ശരി, ശ്രീ മോഹനപിള്ള, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്രം ശരിയായില്ല, ഇന്ത്യ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്, ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്തേക്ക് ചേർന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാൻ ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഈ കപ്പലുകൾ കടന്നു പോരുന്നതിന് വേണ്ടി. അതെന്ന് കേന്ദ്ര സർക്കാർ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചതിൻ്റെ ഒരു സൂചനയല്ലേ ഇത് കാണുന്നത്? മഞ്ജുഷ്, നമ്മൾ ലാസ്റ്റ് ടൈമിലും ഡിസ്കസ് ചെയ്തത് കാര്യം മോർ ഇൻടു US ഇസ്രയേൽ സൈഡിലോട്ട് ലീൻ ആയി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടലി ഇറാനെ അവോയ്ഡ് ചെയ്തു ആ ഒരു രീതിയിൽ വന്നിട്ടില്ല. കാര്യം ടോട്ടലി അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ കൊച്ചിൻ ഹാർബറിലൊന്നും ഒരിക്കലും ഇറാൻ ഷിപ്പൊന്നും അടുക്കത്തില്ലല്ലോ. പക്ഷേ ഔട്ട്സൈഡ് വേൾഡ് ഒരു പ്രൊജക്ഷൻ ഉണ്ടായി, ഇന്ത്യ ഈസ് വിത്ത് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേൽ US ഗ്രൂപ്പിങ്ങിന്റെ കൂടാണ് ഇന്ത്യ എന്നൊരു ഇമേജ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാരണം ഒരു റോങ് ടൈമിലാണോ പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിലെത്തി അക്കോർഡുകളൊക്കെ സൈൻ ചെയ്തത്? ആ ടൈമിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. കാര്യം അത് വെച്ച് പക്ഷേ ഇറാൻ ആ പ്രശ്നമില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമല്ലേ ഇത്? ഇന്ത്യൻ ഷിപ്പുകളെ തടയുന്നില്ല. സ്വാഭാവികമായിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓപ്പൺ ആയിട്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഒപ്പീനിയൻ ഇതല്ലായിരുന്നു. കാര്യം ഡയറക്റ്റ് ഇൻവേഡ് ചെയ്തപ്പോൾ ദെൻ ആൻഡ് ദെയർ ഖമേനിയെ വധിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കണമായിരുന്നു. അത് ഇറക്കിയില്ല. അതിനൊരു സംശയം ജനിപ്പിച്ചു. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. ആർക്കും അത് ഡിനേ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഈ GCC കൺട്രീസിലോട്ടുള്ള അറ്റാക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ ദ വൺ ഹൂ ഈസ് പ്രൈമർലി അഫക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് റീസൺ ബിക്കോസ് ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊരു മീഡിയേറ്റർ ആകാമായിരുന്നു. പക്ഷെ അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണല്ലോ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇസ്രയേലും സൗദിയും കൂടി ഇന്ത്യയുടെ മീഡിയേഷനില് സൗദി ഇസ്രയേലിലോട്ട് പോകുന്ന ഫ്ലൈറ്റിന് അവരുടെ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ബിക്കോസ് ഇന്ത്യയാണ് അത് മീഡിയേറ്റ് ചെയ്തത്. അപ്പം ഇന്ത്യക്ക് ഒരു മീഡിയേഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനകത്ത് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ മാർക്കറ്റിംഗ്, ഐ മീൻ ദ പ്രസന്റ് ട്രേഡ് റിലേഷൻ വിത്ത് US ആൻഡ് ഫോർ ഗോയിങ് വിത്ത് ദ റഷ്യൻ ട്രേഡ് റിലേഷൻ, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി. ദാറ്റ് ഈസ് എ ഫാക്ട്. ആ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ആ ബാലൻസ് കൂടുതൽ ഇത് വെക്കുമ്പോൾ വേ ചെയ്യുമ്പോൾ ജനറലി ഫോറിൻ പോളിസി ഇസ് ബാലൻസിങ് മീൻസ് ബാലൻസിങ് പവർ വിത്ത് പവർ. അപ്പൊ ഈ ബാലൻസ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ വെയിറ്റ് ഒരു സൈഡിൽ ഇച്ചിരി കൂടിപ്പോയി. US സൈഡിൽ അല്പം കൂടിപ്പോയി, അവിടെ വെയിറ്റ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ആണ് ഈ ക്രിറ്റിസിസം വന്നത്, വിമർശനം. അത് സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരെ മറിച്ച് ക്രിറ്റിസിസം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം അല്ലേ ഉണ്ടായത്? ആ രാജ്യത്തെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പവൻ ഖേരയുടെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത്. ഇന്ത്യയിലേക്ക് പാചകവാതകവുമായി 2 കപ്പലുകൾ വരുന്നു, അതിന് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണ്, അത് അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്ന് ട്വീറ്റ് ചെയ്ത പവൻ ഖേര, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം മോശമായിട്ട് ചിത്രീകരിച്ചു ആ ട്വീറ്റ് വഴി എന്നുള്ള കാര്യം അത് പറയേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഒരു വലിയ ആശങ്ക ഇതുവഴി ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ പോലും ഇക്കാര്യത്തിൽ തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണോ എന്നുള്ള സംശയം ഉയർത്തുവാൻ കോൺഗ്രസ് നേതാവിൻ്റെ ഈ ട്വീറ്റ് കാരണമായി. അപ്പോൾ ഉത്തരവാദിത്തമില്ലാതെ പ്രതിപക്ഷമല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന് ആ പ്രശ്നമില്ല. മഞ്ജുഷ്, the role of opposition is to oppose every decisions. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും കൺട്രി യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെൻ വി ആർ ഇൻ എ ക്രൈസിസ്, ഇപ്പൊ വി ആർ ഇൻ എ ക്രൈസിസ്, ഓഫ് കോഴ്സ് അത് ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം പര്യാപ്തമാണ് അല്ലെങ്കിൽ ഇതുണ്ടാകുന്ന കാര്യം LPG എന്ന് സംബന്ധിച്ചിടത്തോളം മേ ബി ഫോർ എ വീക്ക്, ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സ് ഇതൊക്കെ സ്റ്റോക്കിംഗ് ഉള്ളൂ. അൺലൈക്ക് ചൈനയിൽ അതിനൊരു കംപ്ലീറ്റ് അവരുടെ സെറ്റപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫോർ 3 months എന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം ബിക്കോസ് ഓഫ് they got a lot of പൈപ്പ് വർക്ക് ആണ്. അതായത് നോട്ട് ദാറ്റ് സിലിണ്ടർ ടൈപ്പ് അല്ല, നമ്മൾ അതായത് സെൻട്രലി സ്റ്റോർ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ വാട്ടർ സപ്ലൈ മാതിരിയുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ചൈനയിലുള്ളത്. അഡ്വാൻസ്മെന്റ് ആണ് ചൈന ഈസ് ഹാവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് അഡ്വാൻസ്മെന്റ്. അങ്ങനെ ഒരു രീതി ഉള്ളത് കൊണ്ട് അത്രയും അഫക്റ്റ് ആവില്ല. ബട്ട് സ്റ്റിൽ അവരെ അഫക്ട് ചെയ്യും, അതിനകത്തൊരു സംശയവുമില്ല. പക്ഷെ
പൊളിറ്റിക്കലി ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് വെൻ വി ആർ ഇൻ എ ക്രൈസിസ്, വെൻ കൺട്രി ഈസ് ഇൻ ക്രൈസിസ്. ഇത് ഓപ്പോസിഷനെ മാത്രമല്ലല്ലോ ഗ്യാസ് കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ഷോർട്ടേജ് കൊണ്ട് അഫക്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അഫക്ടിങ് ദ എൻറ്റയർ പീപ്പിൾ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്രിറ്റിസിസം അത് നല്ലതല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അറ്റ് ദ സെയിം ടൈം whenever there is a ഡിപ്ലോമസിയെ ക്വസ്റ്റ്യൻ ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും ഓപ്പോസിഷൻ ഉണ്ട്. whenever the government is moving in a wrong side, അങ്ങനെ ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരു റീതിങ്കിങ്, അതൊരു പുനർവിചിന്തനത്തിനുള്ള ഒരു അവസരം കൊടുക്കേണ്ടത് ഓപ്പോസിഷന്റെ ഡ്യൂട്ടിയാണ്. there is no doubt into it. പക്ഷേ when we are in a trouble, that time ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരു ഓപ്പോസിഷൻ. ശരി, ദുർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് രാജ്യത്ത്. ശ്രീ സജിമോൻ ആന്റണി, ഇന്ത്യ അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്തേക്ക് ചാഞ്ഞതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് പ്രതിപക്ഷം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ധനക്ഷാമം വന്നപ്പോൾ, ആദ്യം പാചകവാതക ക്ഷാമം കണ്ടു തുടങ്ങിയപ്പോൾ ആ ഒരു ആരോപണം ഞങ്ങൾ പറഞ്ഞതല്ലേ ശരി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾ ഇതേപ്പറ്റി വിലയിരുത്തുന്നത്? മഞ്ജുഷേ, ഈ ലോകം നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ടാരിഫ് വാർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സഡൻലി 2 ആഴ്ച മുമ്പ് നമ്മൾ ആക്ച്വൽ വാറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ആക്ച്വൽ വാറിനെ പറ്റി സംസാരിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് എനർജി വാറിനെ പറ്റിയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്ന അതിന്റെ ഒരു സ്ട്രാറ്റജിക്കലി പറയുവാണെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഓരോ രാജ്യങ്ങളിലും ഡിഫറെന്റ് ആണ്. അമേരിക്കയുടെ പെർസ്പെക്റ്റീവും ഇന്ത്യൻ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണ്. ഇന്ത്യ ഡെഫിനറ്റ്ലി ഇതിനു മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജോലി അത് ഓപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ഡേറ്റയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ ദ സെൻസ്, ഇന്ത്യയുടെ കപ്പാസിറ്റി 20 ആണെങ്കിൽ ചൈനയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് സഡൻലി വരുന്നില്ല. കാരണം ഇവിടുത്തെ കരുതൽ ശേഖരങ്ങൾ അതിനേക്കാളും കൂടുതലാണ്. അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഇതൊരു ഡിഫറെന്റ് സ്റ്റൈലിലുള്ളതാണ്. അതുകൊണ്ടിട്ട് അത് ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്നില്ല. എന്നാൽ പ്രൈസ് റൈസിനകത്ത് ആ ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ 4 പോയിന്റ് ആണ് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഡെത്ത് ആണ്. കാരണം അമേരിക്കൻ സോൾജേഴ്സ് 6 ആയിരുന്നു, ഇപ്പൊ അത് 13 ആയി. 140-144 അതിലധികം ആൾക്കാർ വൂണ്ടഡ്. അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പം എത്ര പേര് മരിച്ചു എന്നതിനേക്കാൾ ഉപരി സംസാരിക്കുന്നത്, നമ്മൾ ട്രംപിന്റെ വേർഡ് കടമെടുക്കുകയാണെങ്കിൽ ഇറാന്റെ ക്രൗൺ ജുവലായ കർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്തു. എന്നാൽ അറ്റാക്ക് ചെയ്തപ്പം മിലിറ്ററി അസറ്റ്സ് ആണ് ആദ്യത്തെ ആ ഒരു ഷോട്ടിൽ പോയിരിക്കുന്നത്. എന്നാൽ കർഗ് ഐലൻഡ് ആണ് ഇറാന്റെ എനർജി സോഴ്സിന്റെ ഒരു പെർസെന്റ് എനിക്ക് എക്സാക്ട് അറിയില്ല, മേ ബി 80-90% മൂവ് ചെയ്യുന്നത് ആ ഏരിയയിലാണ്. അല്ലെങ്കിൽ ഇറാന്റെ മണി മുഴുവൻ എനർജി റിസോഴ്സ് ആ ഏരിയയിലാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്നാൽ അവിടെ അറ്റാക്ക് ചെയ്തപ്പം അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഫോഴ്സ് എണ്ണ ശേഖരങ്ങള്, എണ്ണപ്പാടങ്ങൾ അത് ആക്രമിക്കാതെ ഒരു കരുതൽ എടുത്തിരുന്നു എന്നുള്ളത് എന്തുമാത്രം ഈ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എനർജിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും അല്ലെങ്കിൽ എന്തുമാത്രം പ്രഷർ ഇവിടെ US ഇസ്രായേലിന് അഗെയിൻസ്റ്റ് വരും എന്നുള്ള ഒരു ഉദാഹരണമാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത്, ഇനിയും ഞങ്ങളെ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും US അസറ്റിനെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷിപ്പിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു എക്സ്ക്ലൂഷൻ മാറ്റിക്കളയും, ഞങ്ങൾ അവിടെയും ആക്രമിക്കും എന്നാണ് ഒരു വാർണിംഗ് തന്നിരിക്കുന്നത്. മേ ബി അതൊരു വാർണിംഗ് മാത്രമായിരിക്കാം, ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. ഏതായാലും ഈ എനർജി ഒരു ഞാൻ പറയുന്നത് ഇറാനില് ബോംബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സൈഡിലിരിക്കട്ടെ, എന്നാൽ അതിനേക്കാളും വലിയൊരു ബോംബായിട്ടാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.